നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരാധനായ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് അതിനുള്ള അവസരം അവിടെ ഒരുക്കി കൊടുക്കണം. ദയവായി പത്രദൃശ്യ മാധ്യമക്കാർ പുറകോട്ട് മാറിക്കൊടുക്കണം. അദ്ദേഹം ആ സമ്മേളനം എന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ. സമാധാനായ സഹോദര സമുദായങ്ങളിലെ നേതാക്കന്മാരെ, യോഗത്തിന്റെ അധ്യക്ഷൻ KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാബു, പ്രിയമുള്ള അക്കിരമണ്ഡ് കാളിദാസ ഭട്ടതിരിപ്പാട് അവരുടെ SNDP യോഗം പ്രസിഡന്റ് MN സോമൻ, സമാദരണീയനായ മഞ്ചേരി ഭാസ്കരൻ പിള്ള ഉൾപ്പെടെ വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരായ സഹോദര സമുദായത്തിലെ നേതാക്കന്മാരെ, കേരളത്തിലെ വിവിധ യൂണിയന്റെ ഭാരവാഹികളെ, പോഷക സംഘടന നേതാക്കന്മാരെ, ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന നായാടി തൊട്ട് നമ്പൂതിരി വരെയുള്ള വിവിധ സഹോദര സമുദായങ്ങളുടെ പ്രതിനിധീകരിച്ച് ഉയർത്തിയിരിക്കുന്ന സംഭവിച്ചതായ സമുദായ സ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, പത്ര ദൃശ്യ മാധ്യമങ്ങളെ, സുഹൃത്തുക്കളെ, കൊടി കാണിച്ചു. കൊടിയുടെ ചിഹ്നം കൂപ്പുകയ്യാണ്. സ്നേഹത്തിന്റെ ചിഹ്നം. ആരോടും ഒരു വിരോധമില്ല. സ്നേഹത്തിന്റെ ചിഹ്നം, ആദരവിന്റെ ചിഹ്നം. നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. നമ്മുടെ കൊടിയോട് ചേരാൻ എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ എറണാകുളത്തെ ഒരു പള്ളിയിലെ വികാരി കൂടിയായ ഫാദറാണ് നോക്കിയത്. അതോടൊപ്പം തന്നെ എന്നും ഞങ്ങളുടെ പാണനായി എന്നും പ്രസംഗിച്ച് ഈ കൂട്ടായ്മയ്ക്ക് സഹായവും പിൻബലം നിന്ന നമ്മുടെ MM ബഷീറാണ് മറ്റൊന്ന്. ഈ ചാനലുകൾ സൃഷ്ടിക്കുന്ന അസത്യജടിലമായ വർഗീയ വിദ്വേഷം തുപ്പി ഈ രാജ്യത്തെ നശിപ്പിച്ചതായി രാത്രിയായാൽ ചാനൽ ചർച്ചയാണ്. ഈ ചർച്ച എല്ലാം തന്നെ ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രം ആണ്. രാത്രി 8:30-9 ആകുമ്പോൾ ചാനലെല്ലാം മത്സരിക്കാൻ നമ്മൾ എന്ത് പറ്റിയത്? ഈ ചാനൽ ചർച്ച ചെയ്യിക്കുന്നതിന്റെ മുതലാളിമാർ ഇതെല്ലാം പാവങ്ങളാണ്, തൊഴിലാളികളാണ്. അവരെ ഇതൊന്ന് കാണട്ടെ. ഈ രാജ്യത്തെ പാവങ്ങളുടെ വികാരമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു പാർട്ടി ഉണ്ടാകുമ്പോൾ ഇത്ര വറുത്തിളക്കം? ഇവിടെ എത്ര പാർട്ടികൾ ഉണ്ടാക്കി? അപ്പൊ ആർക്കും ഒരു വിഷമം ഉണ്ടായില്ലല്ലോ. മാത്രമല്ല, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? തുടക്കം ഒരു ക്ഷേത്രത്തിൽ തുടങ്ങി, അവിടെയും മഴ, ഇവിടെ പ്രഖ്യാപിച്ചിട്ടും മഴ. നമ്മുടെ വിശ്വാസം ഇത്രയധികം ദൈവാധീനമുള്ള ഒരു പാർട്ടി രൂപീകരണം. മാത്രമല്ല, ഇത് 22ാമത്തെ സമ്മേളനം. ഞാനാണെങ്കിൽ 16 ദിവസമായി വീട്ടിൽ നിന്നിറങ്ങി ഈ യാത്ര. എത്രായിരം ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അവിടെ അംഗീകാരം വാങ്ങി താണ് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ഏത് പാർട്ടി ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്? ജനലക്ഷങ്ങളുടെ അംഗീകാരം വാങ്ങുവാൻ കാസർഗോഡ് നിന്ന് നേരെ സഞ്ചരിച്ച് ഈ ചങ്ങുമുടം കടപ്പുറത്ത് വരെ എത്തുമ്പോൾ അതിനുള്ളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി അവരുടെ അംഗീകാരം വാങ്ങി, അവരുടെ ആശീർവാദം വാങ്ങി, അവരുടെ സ്നേഹങ്ങൾ ഒരുപാട് വാങ്ങി. എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിപ്പോവും.
അവരുടെ എല്ലാ സ്നേഹവും അതുപോലെ ഒരു പെരുമാറ്റം കാണുമ്പോൾ എത്രയോ സ്നേഹം വാങ്ങുന്നത്. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുകയാണ് നമ്മുടെ ശൈലി. അല്ല ഇടവാള പറഞ്ഞു കേട്ടില്ലെങ്കിൽ 51 വെട്ടും 62 വെട്ടും അല്ല നമ്മൾ ആരും വെട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല ഇവിടെ കിടക്കുന്നതിന്റെ ഇരട്ടി വരാൻ സാധിക്കാതെ പുറത്ത് നിൽക്കാൻ, ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവിടെ ഇവിടെ ആയിട്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. നമ്മുടെ ബസ്സുകൾ ഇടക്ക് പിടിച്ചിട്ടിരിക്കുന്നു. പെർമിറ്റ് തരാതെ വരാതിരിക്കാൻ എന്തെല്ലാം തടസ്സം സൃഷ്ടിക്കാമോ അതെല്ലാം സൃഷ്ടിക്കുന്നു. അതുകൂടാതെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾ ആരും വരാതിരിക്കുവാൻ വേണ്ടി ഓരോ വീടും കയറി ഇറങ്ങി അന്ന് കമ്മിറ്റി വെച്ചും തൊഴിലുറപ്പ് വെച്ചും വരാതിരിക്കുവാൻ ഭീഷണിപ്പെടുത്തി നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിന്റെ എത്രയോ ധീര വനിതകളും അതോടൊപ്പം തന്നെ ധീരന്മാരായ പുരുഷന്മാരും ഈ രാഷ്ട്രീയക്കാരുടെ ആ കൽമലുകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് നിങ്ങളെല്ലാം ഈ കടപ്പുറത്ത് കണ്ടെത്താത്ത ദൂരത്ത് ഇങ്ങനെ ജനമഹാസമുദ്രം, മറ്റൊരു സമുദ്രത്തിന് പാരലായി മറ്റൊരു ജനമഹാസമുദ്രം കണ്ടെത്താത്ത ദൂരത്ത് അണമുറിയാതെ നടന്നു. ഇത് കാണാൻ ഉള്ള കണ്ണ് ഈ രാഷ്ട്രീയക്കാരുണ്ടാകണ്ടേ? നാളെയെങ്കിലും ഇത് കണ്ട് ഇതിന്റെ ചർച്ച നടത്തുന്ന ഈ ചാനൽ മുതലാളിമാർക്ക് ഒരേ കോപ്പിയെങ്കിൽ ഇതിന്റെ ചാനലുകാരുടെ കൊടുത്ത് ഇത് സത്യമാണോ? യഥാർത്ഥ സത്യങ്ങൾ ഒരു ചാനലുകളും നാളെ വരെ തുടങ്ങിയത് തൊട്ട് ഇവിടെ വരെ വന്നപ്പോൾ ഇവിടുത്തെ റേറ്റിംഗ് കൂടുതലുള്ള ചാനൽ ആര് നമുക്ക് പിൻബലം തന്നു? എതിർപ്പുകളും അവഗണനകളും അനുഭവിച്ച് പത്രങ്ങളായാലും മീഡിയകളായാലും നമ്മളെ ഒരുപാട് കുത്തിവേദനിപ്പിച്ചിട്ട് പോലും അതിനെ എല്ലാം തരിപ്പണമാക്കിക്കൊണ്ടാണ് ഈ ജനമഹാസമുദ്രം ഇവിടെ എത്തിയത്. ഇത് അറിയാനും അറിയിക്കുവാനും ഉള്ള തിരിച്ചറിവുണ്ട്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? ഒരു സമത്വ മുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കും എതിരല്ല. ഈ രാജ്യത്ത് സമത്വ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ നീതിയും ധർമ്മവും എല്ലാം തുല്യമായി എല്ലാവർക്കും കിട്ടണം. ആ സംബന്ധിച്ചിടത്തോളം കേരളത്തെ രക്ഷിക്കണം, കേരളത്തെ പുനർനിർമ്മിക്കണം. സേവ് കേരള, ബിൽഡ് കേരള, അതാണ് നമ്മുടെ ഉദ്യമം. കേരളത്തെ രക്ഷിക്കണം, കേരളത്തെ പുനർനിർമ്മിക്കണം. എന്താണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? എന്താണ്? ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞതല്ലേ, ഒരിടത് ഒരു വലത്, അവർ തമ്മിൽ 5 കൊല്ലം അവർക്ക് കക്കാൻ ഒരാൾക്ക് അവസരം കൊടുക്കും, മറ്റുള്ളവർ 5 കൊല്ലം കക്കാൻ അവസരം കൊടുക്കും. എന്നിട്ട് അസംബ്ലി എല്ലാം കൂടുമ്പോൾ പെൺമാണിഭവം കട്ടകണക്കിന് കണക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഡിഎയും മേടിച്ച് ഖജനാവ് കൊള്ളയാക്കി അവർ പിരിയുക എന്നുള്ളതല്ലാതെ ഈ പാവപ്പെട്ടവന് എന്ത് നേടി? പാവപ്പെട്ടവന്റെ സ്വകാര്യ ദുഃഖമാണ് ഞങ്ങൾ പറയുന്നത്. ഈ പാവപ്പെട്ടവൻ പറയുമ്പോൾ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളും പാവപ്പെട്ടവരുണ്ട്. ജനസംഖ്യയിൽ ഏതാണ്ട് 9% ക്രിസ്ത്യാനികൾ പാവപ്പെട്ടവരാണ്. അതുപോലെ മുസ്ലിം സമുദായത്തിൽ 12% പാവപ്പെട്ടവരാണ്. ഹിന്ദുക്കളിൽ 52% BPLകാരാണ്. ഇതിന് മാറ്റം വരണ്ടേ? ഉള്ളവന് പിന്നീട് വാരി കൊടുക്കുന്ന ശൈലി, ഈ ശൈലിക്കെതിരെ നമ്മൾ കൂടുമ്പോൾ ഇവിടെ മതേതര സ്ഥിതിയിലാണ്. ഈ പാർട്ടി ഒരു മതത്തിനോ വിധേയമല്ല. ഒരു മതേതര സ്വഭാവത്തിൽ എല്ലാ വിഭാഗങ്ങളെയും സഹോദര തുല്യമായി സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ്. അല്ലാത്ത ഇവിടെ ഹിന്ദു രാജ്യം സ്ഥാപിക്കുവാൻ, മുസ്ലിമിനെ നശിപ്പിക്കുവാൻ, ക്രിസ്ത്യാനികളെ ഓടിക്കുവാൻ ഒന്നുമല്ല. നമ്മളെല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സൗകര്യം സഹോദരത്തെ പോലെ കഴിയുക എന്ന ആ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളായ നമ്മളെയാണ് ഈ പരമദ്രോഹികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ജാതിവാദികളെന്നും ബുദ്ധിവാദികളെന്നും യഥാർത്ഥ വർഗീയവാദികളെ മുഖം പറയാനോ കാണിക്കാനോ അവർക്ക് തൻ്റെ ഇടമുണ്ടോ സുഹൃത്തുക്കളെ? അതിനുള്ള തൻ്റെ ഇടം അശേഷമില്ല. കാരണം അവർക്ക് നല്ല അച്ചാരം മേടിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ പലരും രാഷ്ട്രീയ നേതാക്കന്മാരായാലും പല മീഡിയകളും. അവർ വന്നിച്ച് ചോദ്യം കണ്ടാലും മീഡിയ ചർച്ചകൾ കണ്ടാലും ഏതാണ്ട് അവരുടെ വടക്കേപ്പുറത്ത് നമ്മൾ താമസിക്കണം. അവരുടെ ചിലവ് താമസിക്കുന്നവരുണ്ട്.
അവര് പറയുന്നതിന് ഒത്തു പറഞ്ഞില്ലെങ്കിൽ അവനെ ഉടനെ തേജോവധം ചെയ്ത് അവന്റെ ഭാര്യക്കിട്ടും അമ്മയ്ക്കിട്ടും മറ്റു പലതും പറയുന്ന സംസ്കാരം. ഇതാണോ ചാര സംസ്കാരം? പറയാനുള്ളവർക്ക് പറയാനുള്ള മര്യാദ സമയം കൊടുക്കാറുണ്ടോ? എന്തിനേറെ പറയുന്നു, എന്നെ പറ്റിയാണല്ലോ ആരോപണങ്ങൾ. വി എസ് അച്യുതാനന്ദന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതാണ്. വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ, വി എസ് അച്യുതാനന്ദന്റെ വില എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കിട്ടിയ വിലയാണ്. അല്ലെങ്കിൽ അച്യുതാനന്ദൻ വെറും അച്ച. ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കിട്ടിയ ആ അവകാശം അദ്ദേഹം വളരെ അധികമായി അതിനെ ദുർവിനിയോഗം ചെയ്തു. അതും വെച്ചുകൊണ്ടാണല്ലോ കേസ്. എത്ര കേസാണ് അദ്ദേഹം കൊടുത്തത്? ഈ കേസ് കൊടുക്കുന്ന കാശ് കൊടുക്കുന്നുണ്ടായി. അദ്ദേഹം പിണറായി വിജയന് പോലും കൂടെ നിന്നിട്ട് കാലട്ടി ചവിട്ടുകയല്ലേ, പാർട്ടിയുടെ സെക്രട്ടറി ചവിട്ടുന്ന സംസ്കാരം. ലാവ്ലിൻ കേസിന് വേണ്ടിയിട്ട് എവിടെ വരെ എല്ലാം പോയി, സുപ്രീം കോടതി വരെ പോകണമെങ്കിൽ എത്ര കോടി രൂപ മുടക്കണം? ആര് കൊടുത്തു? ഇദ്ദേഹം എന്ത് ബിസിനസ് ചെയ്തു? ഇത്ര സമ്പത്തുണ്ടാക്കാൻ എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ നോക്കണ്ടേ? ഈ രാജ്യത്തെ ഇതെല്ലാം അഴിമതി നിരോധനം നടത്താൻ അദ്ദേഹം ശ്രമം നടത്തുമ്പോൾ ആദ്യം സ്വന്തം വീട് നിന്ന് അഴിമതി രഹിതമാക്കാൻ ആദ്യം ശ്രമിക്കണം. അതല്ലാതെ മറ്റുള്ളവരിലേക്ക് പോകരുത്. എന്നെപ്പറ്റി എന്തെല്ലാം ആരോപണമാണ്. കാരണം ശാശാരൻ സാഹിബ് പല കഥകൾ ഉണ്ടാക്കൽ. ഞാൻ ഇതിന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ എന്ത് മോനെ എന്ന് പറഞ്ഞ് കൊണ്ടുവിടുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും എന്നെ എന്ത് ഇഷ്ടമായിരുന്നു. ഞാൻ ഈ ദൗത്യമായി അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട അവശ്യ ലക്ഷ്യങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്നും നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വിഭാഗങ്ങളുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും ഏതാണ്ട് 18 കൊല്ലമായി ഞാൻ ഉരുവിട്ട് നടന്ന ഒരു സത്യം. ആ സത്യാന്വേഷണത്തിൽ അവസാനം രാഷ്ട്രീയ ശക്തിയാകുന്നു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാതെ നിലയിലേക്ക് എത്തിയപ്പോഴല്ലേ ഞാൻ ഈ തീരുമാനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതല്ലാതെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ തന്നെ പറയും എസ് അവിടെ അഴിമതി. SNDP കമ്മിറ്റി കൂടിയാൽ എൻ്റെ അമ്മായിയച്ഛനും കൂടെ മുമ്പിൽ വന്ന് കണക്ക് എല്ലാം ഒറ്റ കൈ അടിച്ചിട. എൻ്റെ അമ്മായിയച്ഛൻ മരിച്ചു പോയിട്ട് 35 കൊല്ലേ. എൻ്റെ അമ്മായിയമ്മയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെമ്പറേ അല്ല. അങ്ങനെ ആരെങ്കിലും ഇവിടെയുള്ള തന്നെ തിരുവനന്തപുരത്ത് തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശമല്ല, തിരുവനന്തപുരത്ത് തന്നെയുള്ള സമുദായത്തിൽ നിന്ന് തള്ളിയ ഉച്ഛിഷ്ടങ്ങൾ അവിടെ അട്ടിപ്പേര് കൊടുക്കുന്ന കണക്ക് എഴുതി കൊടുക്കുന്നത് കഥ അറിയാതെ ആട്ടക്കഥ കാണുന്ന ഒരു ശൈലി. ഇത് ശരിയാണോ? അദ്ദേഹം ഇങ്ങനെ കേസ് കാണുന്ന പച്ചയെല്ലാം കടിച്ചു നടക്കും. ഏതെങ്കിലും ഒരു കേസ് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആകെ തെളിയിച്ച R ബാലകൃഷ്ണപിള്ളയുടെ ഒരു കേസാണ്. അതിപ്പോ അവർ തമ്മിൽ അണ്ണനും തമ്പിയായിട്ട് കൈ കൊടുത്ത് നടക്കുക. ഇവർക്ക് എന്ത് ആദർശം വിഷയം? ഇവരെല്ലാം ആദർശങ്ങളൊന്നും വീട്ടിൽ വെച്ചിട്ട് പുറത്തോട്ടിറങ്ങിയാൽ അവസരവാദ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തുന്ന ഈ ശൈലിക്കെതിരെ ഈ രാജ്യത്തെ പാവങ്ങൾ ഉയർന്നു. കഴിഞ്ഞ പാർട്ടി കോൺഫറൻസിൽ എത്രയോ പേര് നിരാശരായി. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരാശ്രയമില്ലല്ലോ എന്ന് കണക്കാക്കി നിരാശരായി പാർട്ടിയിൽ നിന്ന് മാറിയ നൂറുകണക്കിന് ഓരോരുത്തരുണ്ട്. ഞാൻ ആ സഹോദരന്മാരോട് പറയാണ്, നിങ്ങൾ വരൂ, ഞങ്ങളെ ഈ പുതിയ ഭാരത് ധർമ്മ ജനസേന എന്നതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാം. ആത്മാർത്ഥതയ്ക്ക് സ്ഥാനമില്ലാത്ത അവസരവാദ രാഷ്ട്രീയം നടത്തുന്ന ഈ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് വിട്ടുവരുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഞങ്ങൾ അവസരം കൊടുക്കും. കാരണം അവർ വളരെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. ഈ ഇരിക്കുന്നതിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഏറെ ആവേശമായി ഈ വന്നിരിക്കുന്ന മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരെ എല്ലാം എന്നും കൊണ്ട് നടന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ കളിക്കാൻ നിൽക്കുന്നവരാണോ അവര്? അവർക്കും കുറെ അറിവ് തിരിച്ചവരുണ്ടായി. ഇപ്പൊ തന്നെ DYFA കൊണ്ട് നടന്ന് എന്നെ തെരുവറിയിപ്പിക്കാൻ വേണ്ടി മതേതരത്വം. മതേതരത്വം പറഞ്ഞ് DYFA കൊണ്ട് തെരുവറിയിക്കാൻ നടക്കുമ്പോൾ ആ വാൾപോസ്റ്റ് പ്രചരിപ്പിച്ച വാൾപോസ്റ്റ് നിങ്ങൾ നോക്കൂ.
അത് ഹിന്ദു സന്യാസി മാത്രമേ ഉള്ളൂ. അവർ ഇന്നലെ വരെ തെറി പറഞ്ഞ വിവേകാനന്ദന്റെ പടം വരെയുണ്ട്. എന്നാൽ യേശുവിന്റെ പടം വയ്ക്കാൻ പറ്റില്ല, വെച്ചില്ല. ബുദ്ധന്റെ വെച്ചോ, അത് വെച്ചില്ല. അപ്പൊ ഈ മതേതരം എന്ന് പറയുന്ന ഒരു കള്ളനാണ്. അത് എന്നെ തെറി പറയുവാനും നമ്മുടെ സംഘടനയെ തകർക്കാനും നമ്മുടെ ഈ സമത്വ മുന്നേറ്റ യാത്ര തകർക്കുവാനും ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം തന്ത്രങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം പീഡനം അനുഭവിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നതുപോലെ ആർക്ക് വന്നിട്ടുണ്ട്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഈ രാജ്യത്തെ കണ്ണീരൊഴുക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ കണ്ണീരപ്പാൻ മാത്രം അല്പം സഭിച്ചു എന്നുള്ള കവിത ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇവിടെ 5000 കോടിയോളം മൈക്രോ ഫൈനാൻസിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഞാൻ കൊടുത്തു. അവർ ഒരു കുറ്റവും ചെയ്യാതെ അവർ മുഴുവൻ തിരിച്ചടച്ചു. അത് മുഴുവൻ ഞാൻ അടിച്ചെന്ന് പറഞ്ഞ് ഈ മഹാഭാവിക്ക് വിവരം വഴിയെ പോയിട്ടുണ്ടോ? ആ പാവപ്പെട്ട സ്ത്രീകളുടെ ശാപം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ പ്രാർത്ഥനയാണ് എന്റെ ഊർജം. കാരണം പലരും പറഞ്ഞു, ഞാൻ ഇത്തരവും യാത്ര നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീണിച്ചു പോകലെ ഇടക്ക് വെച്ച് കടന്നു പോകും. ഈ ചാനൽ ചർച്ച നടത്തി ചർച്ചയിലൂടെ ഞാൻ ക്ഷീണിതനായി ഇടക്ക് കടന്നു പോകുമെന്ന് പലരും ധരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ ഊർജമാണ് കിട്ടിയത്. കാരണം നിങ്ങളുടെ ആ സാന്നിധ്യം ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ഓരോ യോഗങ്ങളിലും അഹമിഹമായി ആവാലവൃദ്ധ ജനങ്ങൾ വന്നുകൊണ്ടുള്ള എന്നോടുള്ള സ്നേഹവും പ്രകടനങ്ങളും കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ട് എത്രയോ സ്ത്രീകളും കൊച്ചുങ്ങൾ വന്ന് തന്നെ ഉമ്മ തരികയാണ്. കൊച്ചുകുട്ടികൾ വരെ അവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്ത് ആരോഗ്യം, ഇരട്ടി ആരോഗ്യമാണ്. അവരുടെ സ്നേഹമാണ് എൻ്റെ ആരോഗ്യം. ഇവിടെ വന്ന് പലരും ചോദിച്ചു, ഇടക്ക് അസുഖമല്ല ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു അസുഖവും ഇല്ല, നല്ല ചുണയായിട്ട് നിൽക്കുന്നത്. അതിൽ പലരും നിങ്ങളെല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് ഇരട്ടി ചങ്കാണ്. എന്തിനെ എനിക്ക് ചങ്കില്ലാതാകാൻ? നിങ്ങളെല്ലാം കൂടി എനിക്ക് നിങ്ങളുടേതായ ചങ്ക് പറിച്ചു തന്ന്, ശക്തിയുടെ ചങ്ക് പറിച്ചു തന്നു. ഇത്രയും പിൻബലം തരുമ്പോൾ ഈ ഉമ്മാക്ക് കണ്ടിട്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറേണ്ട ഒരു കാര്യമുണ്ടോ? നിങ്ങൾ പറയൂ, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. നിങ്ങളൊന്ന് ആലോചിക്കൂ. SN ട്രസ്റ്റിന്റെ ആഡിറ്റർ ഞാനൊരു മുസ്ലിം വിരോധി, ക്രിസ്ത്യൻ വിരോധി എന്ന് പറഞ്ഞല്ലോ. കണ്ടില്ലേ, ഒരു മുസ്ലിം, ഒരു ഫാദർ ഉൾപ്പെടെ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരെന്നും നമ്മൾ ഇന്നുടങ്ങിയല്ല, എത്രയോ വർഷങ്ങളായി നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയല്ല, പ്രവർത്തിക്കുകയല്ല, പ്രസംഗിക്കാൻ കൂടി ചെയ്യുന്നുണ്ട്. ഞാനൊരു മുഴുവൻ സമുദായത്തിന് വിരോധിയല്ല. നിങ്ങൾ ആലോചിച്ച് SN ട്രസ്റ്റിന്റെ കേസുകൾ നടത്തുന്നവരാണ് ജോർജ് അസോസിയേറ്റ്സ് ആണ്. എത്ര കേസ് എടുത്തിട്ടുണ്ട് അദ്ദേഹം? ആ കേസിൽ മുഴുവൻ അറ്റൻഡ് ചെയ്ത് കേരളത്തിലെമ്പാടും പോയത് നിസാർ എന്ന് പറയുന്ന ഒരു മുസ്ലിം അഡ്വക്കേറ്റ്, നല്ല തൻ്റെയുള്ള മിടുക്കമുള്ള, അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അതിലും മിടുക്കിയാണ് കൊച്ചി. ഇവരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി SNDP യോഗത്തിന്റെ SN ട്രസ്റ്റിന്റെ സകല കേസും പറഞ്ഞത്. എന്നാൽ പിന്നെ ഒരു ഈഴവനിരിക്കട്ടെ എന്ന് ഞാൻ കണക്കാക്കിയില്ലല്ലോ. മാത്രമല്ല SN ട്രസ്റ്റിന്റെ ആഡിറ്റർ ആരാണ്? ഞാൻ കയറുന്ന വിട്ടത് റഹീം അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ്. എന്നാൽ ഈ രാജ്യത്ത് ആഡിറ്റർമാർ വേറെ ഇല്ലായിരുന്നു. എനിക്ക് മാറ്റിയിട്ട് ഒരു നായരെയോ അതല്ലെങ്കിൽ ഒരു ഈഴവനെയോ എനിക്ക് വെക്കാൻ പാടില്ലായിരുന്നു. അവിടെ ജാതി ചിന്തയല്ല, അവിടെ എല്ലാം കഴിവുകളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവരെല്ലാം നിലനിർത്തി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്നെ ജാതിവാദിയാക്കി. എന്നാണ് എന്നെ ജാതിവാദിയാക്കിയത്? ഇടുക്കി ജില്ലയിൽ സകല മലകളും പതിച്ചെടുത്ത് ആ മലകളിലെല്ലാം പലയിടത്തും മല മുഴുവൻ കുരിശായി, ആ കുരിശിൻ്റെ താഴെ മലയായി, ആ മലയിൽ പതിച്ചെടുക്കുക മാത്രമല്ല കൈവശമായി ഒരുപാട് വസ്തുക്കൾ അനധികൃതമായി കൈവശം വെച്ച് പാട്ടക്കാലാവധി കഴിഞ്ഞിട്ട് പോലും അത് വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇതിന് മാറ്റം വേണം. ആ കൈവശം ഇരിക്കുന്ന ഭൂമി കാലാവധി കഴിഞ്ഞത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നൊട്ടും താമസിച്ചില്ല. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഒരു ജാതിവാദിയായി. മാത്രമല്ല നൗഷാദ് മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചു.
രാത്രി ചർച്ച വേണ്ടേ? ആ ചർച്ചയ്ക്കെടുത്ത വിഷയം അതാണ്. ആ ചർച്ചയ്ക്കെടുത്ത വിഷയം എടുത്തിട്ട് ഞാൻ നൗഷാദിനെതിരായി. ഞാൻ നൗഷാദ് മുസ്ലിമാണ്. ഇവിടെ മുസ്ലിമിന് ആരെതിരി? അവരുടേതായ സംഘടനാ ബലം കൊണ്ട് അവരെവിടെ എത്തി? ഒരു കാലത്ത് നെഹ്റു തന്നെ പറഞ്ഞത് എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ചത്ത കുതിര എന്നാണ്. ആ ചത്ത കുതിരെ അന്ന് മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന മുഹമ്മദ് കോയ പറഞ്ഞു, നെഹ്റുജി ഇത് ചത്ത കുതിരയല്ല, ഇത് ഉറങ്ങുന്ന സിംഹമാണ്. അന്ന് ആ ഉറങ്ങുന്ന സിംഹത്തെയാണ് കാലം കഴിഞ്ഞപ്പോൾ ഉണർത്തി വെട്ടി 20 സിംഹക്കുട്ടികളായിട്ട് സെക്രട്ടേറിയറ്റ് ഇത് ഭരിക്കാണ് അവർക്ക് സാധിക്കുന്നത്. കേരള കോൺഗ്രസ് ആരാണ് അതിന്റെ ജനകീയ പിൻബലം? അവരെ പറ്റി പറഞ്ഞത് എന്താണ്? പള്ളിയെ തള്ളി പറഞ്ഞിട്ട് വാ, എന്നാ എടുക്കാൻ നിങ്ങളെ കൂടെ സ്വീകരിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടുത്തെ വിപ്ലവകരാണ്. ആ ആളുകൾ ഇന്ന് പള്ളിയെ തള്ളിയില്ല. കേരള കോൺഗ്രസ് ഉണ്ടാകുകയും ചെയ്തു. ഇന്ന് അത് നിഷേധിച്ച ആളുകളും പള്ളിയെയും സമുദായ നേതാക്കന്മാരെയും കണ്ട് മടങ്ങിട്ട് ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് പറഞ്ഞ സാക്ഷാൽ വലിയ ഉമ്മണി നേതാവ് ഇന്ന് ഇടുക്കി പിതാവിന്റെ പോയി കാലത്തിരുന്ന് നമ്മൾ കണ്ടില്ലേ? അപ്പോ ഇവരെല്ലാം പറയുന്നതും ആദർശവും തമ്മിൽ വല്ലതുമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരള കോൺഗ്രസ് എത്ര ഉണ്ട്? ഇവിടെ ചോദിച്ചാൽ തന്നെ ആർക്കും 7 എണ്ണം ഉണ്ട്. ഇവരെല്ലാം ഉണ്ടായപ്പോഴൊന്നും ആർക്കും ഒരു തർക്കമില്ലല്ല. മാണി കോൺഗ്രസ്, ജേക്കബ് ജോസഫ്, പി.സി. ജോർജ്, ജേക്കബ്, പിന്നെ സക്കറിയ തോമസ്, പിന്നെ കത്തോലിക്ക കോൺഗ്രസ്, ഈ പറഞ്ഞ 7 കേരള കോൺഗ്രസ്. ഇതിന്റെ ജനകീയ അടിത്തറ മുഴുവൻ ക്രിസ്ത്യാനിയാണ്. അവരിത്തരം വളർന്നോറും പിളരുന്നോറും വളരുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമാണ് വളരുന്നത്. അവർക്ക് MLA മാരുണ്ടാകും. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അവർക്കെല്ലാം MLA കിട്ടും, മന്ത്രിയെയും കിട്ടും. അപ്പൊ പോണതില്ല, നമുക്കാണ് പോണത്. ഇതെല്ലാം ഈ പാർട്ടിയെല്ലാം ഉണ്ടായപ്പോഴും ഈ രാഷ്ട്രീയക്കാരെങ്കിലും ഒരു വാക്കെങ്കിലും ഇങ്ങനെ 5-6 വേണം, 2-3 പോരെ, ആകെ 10-17% അല്ലേ ഉള്ളൂ ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞോ? അതിനുള്ള ആമ്പേറൂടെ കാണിച്ചോ? അതൊരിക്കലും ഇവർ കാണിച്ചില്ല. ആ ഭാര്യം വരുമ്പോൾ ഇവരെ പമ്പി നിൽക്കും. വേണ്ട, മുസ്ലിം ലീഗ് തന്നെ എത്രയുണ്ട്? മുസ്ലിം ലീഗ് ഉണ്ട്, INL ഉണ്ട്, PDP ഉണ്ട്, പിന്നെ ഏതാണ്ടൊക്കെ കൂടെ ഉണ്ട്. അതെ, എന്താണ് മുസ്ലിം ലീഗ് ഉണ്ടല്ലോ ഒരു സംരക്ഷണത്തിന്, അതുകൊണ്ട് മറ്റൊന്നും വേണ്ട എന്ന് ഇവരാരെങ്കിലും പറയാനുണ്ടോ? PDP മതിൽ വന്നപ്പോൾ പോലും ചന്തി മുങ്ങി നമ്മൾ കണ്ടില്ലേ വലിയ നേതാക്കന്മാരുടെ? ഇവിടെയൊക്കെ അവസരവാദികളാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് ഇത്ര വിഷം? നമ്മൾ പറയുന്ന അനധികൃത ഭൂമി കൈവശം വെച്ചിട്ടിരിക്കുന്നവർ മതി. അവരുടെ ഭൂമി പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഈ രാജ്യത്ത് 10-20 ലക്ഷത്തോളം ജനങ്ങൾക്ക് ഭൂമിയില്ലാത്തവരുണ്ട്. 22 ലക്ഷം പേർക്കുണ്ട്. അവർക്ക് തലചായ്ക്കാൻ ഇടം വേണം, ഭൂമി വേണം, വീട് വേണം. ഇത് കിട്ടിയേ തീരൂ. തമ്മിൽ പിടിച്ചു വാങ്ങിയത് വരും. അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു ശക്തം പോലും ഉണ്ടാതെ നമ്മളെല്ലാം സംഘടനാപരം തകർക്കുവാൻ പല രൂപത്തിലും ഭാവത്തിലും അത് കുറ്റങ്ങൾ കണ്ടുപിടി. ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് എന്തെല്ലാം 2 കേസിന് കിട്ടി. ഒന്ന്, ഞാൻ ഇവിടെ മതസൗഹാർദ്ദത തകർക്കാൻ വേണ്ടി പ്രസംഗിച്ചു. മറ്റൊന്ന് വായിക്കുള്ളൂ. ഈ ജാഥയുടെ എനിക്ക് വാർത്ത മിച്ചം കിട്ടിയത് 2 കേസിന് പ്രതിയായി. എനിക്ക് വലിയ അഭിമാനമാണ്. എൻ്റെ തലയിൽ 2 തൂവലുകളാണ് ഈ സുധീരനും അച്യുതാനന്ദനും കൂടെ തന്നത്. ആർക്ക് വേണ്ടി? ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ നടന്നപ്പോൾ ഒന്നാരാണ് KPCC പ്രസിഡന്റ്, 2 കുലംകുത്തികളാണ്, 2 ഈഴവരാണ്. ഈ കേസിനെതിരെ പണ്ട് വിദ്യാനം ചെയ്തതാണ്. ഒന്ന് അച്യുതാനന്ദൻ. ഈ ആനന്ദന്മാരും കുലംകുത്തിയല്ലാതെ ബാക്കി ആരും ഇല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആളും. അപ്പൊ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ ഇവരുടെ സ്ഥാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതൊരു മാന്യമായ സ്ഥാനമാണ്. ഊപ്പൊക്കെ ഉള്ളതല്ലത്. അല്പം വിവരവും ഒക്കെ ഉള്ളവർക്ക് കൊടുക്കുന്നതാണ്. ഇതുപോലുള്ള വിവരദോഷികൾക്ക് കൊടുത്തിട്ട് കോൺഗ്രസിന്റെ ശവക്കല്ലറ ഇവിടെ പടന്നില്ലേ? കോൺഗ്രസിന്റെ ശവക്കല്ലറയല്ലേ ഇവിടെ പടന്നുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം കണ്ടാ ഞാൻ പറഞ്ഞു വെച്ചത്? കേട്ടോ? ആരെങ്കിലും പറഞ്ഞതല്ലേ കേൾക്കണത്? ഇത് കേട്ടുകൊണ്ടാണ് എൻ്റെ ചോരക്ക് വേണ്ടി ദാഹിക്കുന്ന 2 നേതാക്കന്മാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇടതും വലതും ഒരേ സ്വരത്തിൽ ഐക്യത്തോടുകൂടി
എതിർക്കുന്ന ഏക ഒരു കാര്യം ഇവിടെ എന്താണ്? നമ്മുടെ സമത്വ മുന്നേറ്റ യാത്രയാണ്. ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഐക്യം. ഇവിടുത്തെ ഇരു മുന്നണികളും ശക്തമായ രീതി ഇന്ന് വരാൻ പോലും എന്തെല്ലാം തടസ്സങ്ങളാണ് ഭരണപക്ഷത്തിനുണ്ടാകുന്നത്. ഇതേ സമയം തന്നെ അപ്പുറേ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. എന്താ പോർട്ടില്ല? അവിടെ എത്ര ആളുണ്ടെന്ന് നോക്കട്ടെ. ആരുമില്ല. പോർട്ടിന്റെ ഉദ്ഘാടനം ഈ ദിവസം ഇതേ സമയത്ത് വെക്കാമോ? ഇതേ സമയത്ത് ഇത് തന്നെ എറണാകുളത്ത് വെച്ചിരുന്നു ഡിവൈഎഫ്ഐ. ഇതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ്. നിങ്ങൾ എത്ര കണ്ട് പോഴ്ത്തിയാലും നിങ്ങൾ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി ഭാവി ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറി. ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേരളത്തില് ഞാൻ ജാതി പറയല്ല, സാമൂഹിക സത്യങ്ങൾ പറയാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, BPL-കാര് എന്തുകൊണ്ട് ഈ രാജ്യത്ത് ഇടതു വലത് രാഷ്ട്രീയക്കാർ ഇത്രയും നാള് ഭരിച്ചപ്പോൾ ഇല്ലായ്മക്കാര് ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് 9% ഉണ്ടായി, മുസ്ലിങ്ങൾ എന്തുകൊണ്ട് 12% പോയി, ഹിന്ദുക്കളിൽ 52% എന്തുകൊണ്ടുണ്ടായി? ഇത് പരിഹരിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഹിന്ദുവിനെ രക്ഷിക്കണം, മുസ്ലിമിനെ രക്ഷിക്കണം, ക്രിസ്ത്യാനിയെ രക്ഷിക്കണം. ഈ BPL-കാരെ ഇവർക്കാർക്കും വേണ്ട. APL-കാരായ സമുദായക്കാരെ വേണം. എല്ലാ രാഷ്ട്രീയങ്ങളും അവിടെ പണമാണ്, അവിടെ പോക്കറ്റാണ് ഇവർക്ക് വേണ്ടത്. നിങ്ങളൊന്നാലോചിച്ചു, ഭൂമിയുടെ ശരാശരി കണക്കൂടെ നിങ്ങളറിയണം. ക്രിസ്ത്യൻ സമുദായത്തിൽ 126.4 സെന്റ് ഉണ്ട് ഒരാൾക്ക്. ഇത് പാടില്ല. എല്ലാവർക്കും തുല്യ നീതി കൊടുക്കണം. ക്രിസ്ത്യൻ മുസ്ലിം സമുദായം എന്നാൽ ന്യൂനപക്ഷമാണ്, ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്. ലംസം ഗ്രാൻഡ് ഈ ന്യൂനപക്ഷം കൊടുക്കുന്നത് 1000 രൂപ, ഹിന്ദുക്കൾക്ക് 250 രൂപ. എന്ത് ന്യായമാണ്? അതോടൊപ്പം തന്നെ പ്രത്യേക വിദ്യാഭ്യാസ സഹായ നിധി 500 രൂപ ന്യൂനപക്ഷത്തിന് കൊടുക്കും. നമുക്കാർക്കും വട്ടപൂജ്യം. വിദ്യാഭ്യാസ വായ്പയ്ക്ക് പലിശ നമുക്ക് വളരെ, അവർക്കെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിന് 3%, നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി 12.5%. ഇവിടെ വിവേചനമില്ലേ? ഈ വിവേചനം പറഞ്ഞാലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചു, സിവിൽ സർവീസ് സ്കോളർഷിപ്പ് IAS IPS IFS ഇതിന് പഠിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്കോളർഷിപ്പ് ഈ പറഞ്ഞ ന്യൂനപക്ഷ സമുദായത്തിന് 24,000 രൂപ കൊടുക്കും. അതേസമയം ഭൂരിപക്ഷ സമുദായത്തിന് കൊടുക്കും ഒറ്റ ചുക്കും കൊടുക്കത്തില്ല, 4 മുട്ട കൊടുക്കും. അതെന്താണ് കാര്യം? IIT AIT സ്കോളർഷിപ്പ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് 20,000 കൊടുക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ഒന്നുമില്ല. അതോടൊപ്പം തന്നെ പുരോഹിതർക്ക് പെൻഷൻ 4,000 രൂപ കൊടുക്കും. നമ്മുടെ പുരോഹിതന്മാര് ഗോപി രാമനാമം ജീവിച്ചല്ലോ. അവരുടെ മദ്രസ വികസനത്തിന് 20 ലക്ഷമാണ് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാം കാശ് പക്ഷേ ചെല്ലുന്നാണെങ്കിൽ കൊടുക്കണേ, ബാക്കിയുള്ളവർക്കും കൊടുക്കണം. അവർക്ക് കൊടുക്കട്ടെ, നമുക്ക് തരണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ന്യൂനപക്ഷ സ്കൂളുകൾക്ക് നവീകരിക്കാൻ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായമാണ്. സത്യത്തിൽ അവർ ന്യൂനപക്ഷമാണ്. അവരല്ലേ ഇവിടെ ഭൂരിപക്ഷം. ഹിന്ദുക്കളല്ലേ ആകെ ന്യൂനപക്ഷം. അവരുടെ സ്കൂളുകൾ എയ്ഡഡും അൺഎയ്ഡഡും അവർക്ക് നവീകരിക്കാൻ വേണ്ടി 50 ലക്ഷമാണ് കൊടുക്കുന്നത്. പറഞ്ഞില്ലേ നമ്മൾ? മലപ്പുറത്തുള്ള ആ ജില്ലയിൽ തന്നെ 45 സ്കൂളുകൾ അത് വാങ്ങിച്ചു കഴിഞ്ഞു. മുസ്ലിം വിധവകൾക്ക് വീട് വയ്ക്കാൻ 3.5 ലക്ഷം. ഇങ്ങനെ ജാതി നമ്മൾ പറയാതിരിക്കും. മുസ്ലിങ്ങൾ വിധവയായ 3 ലക്ഷം. ഈ വിധവ എന്ന് പറഞ്ഞാൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും ക്രിസ്ത്യാനികളും വിധവ തന്നെയല്ലേ. ജാതിയും മതവും വർണ്ണവും ഒന്നും നോക്കാതെ വിധവകൾക്ക് ആ 3 ലക്ഷം കൊടുക്കുവാനുള്ള വിശാല മനസ്സല്ലേ ഈ ഗവൺമെന്റ് കാണിക്കേണ്ടത്? ഈ ഗവൺമെന്റ് നയമല്ലേ നമ്മൾ ജാതി ചിന്ത ഉണ്ടാക്കുന്നത്? ജാതി വിവേചനമല്ലേ ജാതി ചിന്ത ഉണ്ടാക്കുന്നത്? അപ്പൊ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജാതി വിവേചനത്തിലൂടെ ജാതി ചിന്ത ഉണ്ടാക്കുന്നത് സർക്കാരുകളാണ്. അങ്ങനെയാണ് നമ്മളെല്ലാം പല തട്ടുകളിലാക്കുന്നത്. നമ്മൾ എല്ലാവരും ഹിന്ദുക്കൾ മുസ്ലിങ്ങളും സഹോദരരാണ്. ലത്തീനാണെങ്കിൽ വീട് വയ്ക്കാണ്ട് 3 ലക്ഷം കൊടുക്കും. നമുക്കാണെന്നുണ്ടെങ്കിൽ തരുന്നത്ര എന്നറിയാം 75,000.
ഈ വിവേചനം പറഞ്ഞത് ഞാൻ ജാതി പറഞ്ഞതാണ്. ജാതിയുടെ പേരിലാണ് വിവേചനം. സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചതുപോലെ ഭൂരിപക്ഷ കമ്മീഷൻ രൂപീകരിച്ച് എല്ലാ ആനുകൂല്യങ്ങളും മുന്നോക്ക പിന്നോക്ക വ്യത്യാസമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും ലഭ്യമാക്കണം എന്ന് പറഞ്ഞാൽ അതല്ലേ ശരി? മുന്നോക്കവും പിന്നോക്കവും ഒന്നും നോക്കാതെ സർക്കാർ കമ്മിറ്റി നിയമിച്ചതുപോലെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് അവരിലുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥ മറ്റെല്ലാ പിന്നോക്കാവസ്ഥയിലും പരിശോധിച്ച് പഠിച്ച് അവർക്ക് കൂടി സർക്കാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പോലെ ആനുകൂല്യം അവർക്ക് സാമൂഹിക വിദ്യാഭ്യാസമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരുവാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതി പറയലാണ്. വേണ്ട, ശബരിമല ഉന്മേഷം മരിച്ച 102 ഹതഭാഗ്യന്മാരായ അയ്യപ്പന്മാരാണ്. ഒരു പൈസ പോലും അവർ കൊടുത്തില്ല. ഇത് വേറെ ഒരിടത്ത് വരുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെയാണ് പേര് നോക്കി കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിയമനങ്ങൾ PSC വഴി നടത്തണം. കാരണം നമ്മുടെ പണമാണ് ഖജനാവിൽ ചെല്ലുന്നത്. ആ ഖജനാവിൽ ചെന്നാൽ നിയമനങ്ങളെല്ലാം മാനേജ്. ആ മാനേജ്മെന്റ് നടത്തുമ്പോൾ ഏത് സമുദായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം കൂടുതലുണ്ടോ അവൻ സ്ഥാപനം അവരുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനും അവസരം കിട്ടും. അതല്ല നിയമവും ചട്ടവും. ഒരു കോളേജിൽ ഒരു SNDP കിട്ടിയാൽ അത് 20% ഈഴവർക്ക് അഡ്മിഷൻ നിർബന്ധമായി കൊടുക്കണം. പട്ടികജാതിക്കാർക്ക് 20% കൊടുക്കണം. 40% ഓപ്പൺ മെറിറ്റ്, 20% മാനേജർക്ക് മിനിമം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാം. നിയമനം 50% അതേ സമുദായത്തിലായിരിക്കണം. ഈ ചട്ടങ്ങൾ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് നമുക്ക് കോളേജുകൾ തരണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? മലബാർ പ്രദേശത്ത് നമുക്ക് എന്ത് തരുന്നുണ്ട്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായത്തിന് 14 ജില്ലകളിലും 7 ജില്ലയിലും SN ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഒന്നുമില്ല. ഇത് എത്രയും കൊല്ലമായി പറഞ്ഞു നടക്കുന്നു. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഏതാണ്ട് 178 സ്കൂളുകൾ മലബാറിൽ മാത്രം കൊടുത്തപ്പോൾ നമ്മൾ യാചിച്ചിട്ട് പോലും ഒരു കുടിപ്പള്ളിപ്പടം പോലും നമുക്ക് തന്നില്ല. ഇതിനൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് എന്ത് രീതിയിലുണ്ട്? അവരെല്ലാം മുസ്ലിങ്ങളുടെ ട്രസ്റ്റുകൾക്കാണ് കൊടുത്തത്. ഞാൻ വെല്ലുവിളിക്കേണ്ടത് നിഷേധിക്കുമെങ്കിൽ ഞാൻ എൻ്റെ കണക്കും പേരും എല്ലാം കൊടുക്കാം. ഇങ്ങനെയുള്ള വിവേചനം ഇവിടുത്തെ നമ്മളെല്ലാം തമ്മിൽ തല്ലിക്കുന്നത് എങ്ങനെയാണ്? സംവരണം ഇവിടെ പ്രശ്നമല്ല. ഇന്നുള്ള സംവരണ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ട പിന്നോക്കക്കാർക്ക് കൂടി സംവരണം കൊടുക്കുന്നതിൽ നമ്മൾ ആരും എതിരല്ല. ആ ഒരു ഇവിടെ പറഞ്ഞതോടുകൂടി ഇവർക്കാർക്കും നമ്മളെ തമ്മിൽ തല്ലിക്കാനൊക്കുന്നില്ല. നമ്മളെല്ലാം തമ്മിൽ തന്നെ ചാതുർ തന്നെ പറഞ്ഞു. ഈ ഇല്ലാത്ത ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് ചാതുർപള്ളി എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്കൊന്നും അറിയില്ല. അതിൻ്റെ ദോഷം അവർക്ക് അറിയില്ല. അങ്ങനെ ചാതുർപള്ളിയോ അതിൻ്റെ ദോഷമോ ഒന്നും അറിയാൻ പാടില്ലാത്ത ആ ചെറുപ്പക്കാരെ ഇങ്ങനെ കുറേ വാക്കുകൾ ചാതുർപള്ളിയും ഇങ്ങനെ കുറേ വാക്കുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എന്നും ഇന്നും പൊതുധാരയിൽ നിന്ന് മാറ്റി നടത്താൻ ശ്രമിച്ച ആ രാഷ്ട്രീയ ശക്തികളെ നാം തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞുകൊണ്ട് സാമുദായിക ശക്തി സമാഹരണം നടത്തി ഈ രാജ്യത്ത് സാമൂഹ്യ നീതി നടപ്പിലാക്കാൻ, എല്ലാ സമുദായങ്ങൾക്കും നീതി ലഭിക്കാൻ, എല്ലാ സഹോദര സമുദായങ്ങളും നീതിയും ധർമ്മവും ഒരുപോലെ പങ്കിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ ഈ സംഘടനയ്ക്ക് സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപനം. ഈ സമാപനത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സമാപനം ഒരു പക്ഷേ ഇന്ത്യയിൽ നടന്നു കാണില്ല. അത്രയധികം ഗംഭീരമായ ഒരു പങ്കാളിത്തം, ജനപങ്കാളിത്തത്തോടുകൂടി ഇവിടെ കൂടാൻ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശീർവാദം വാങ്ങി, ലക്ഷക്കണക്കിന് ആളുടെ കൂട്ടായ്മ ഒന്നിച്ച് നിന്നുകൊണ്ട് ആശീർവാദം വാങ്ങിക്കൊണ്ട് നമ്മൾ ഭാരത് ദമന സേന രൂപീകരിക്കുവാൻ തീരുമാനിച്ചതോടുകൂടി കേരള രാഷ്ട്രീയം ആര് ഭരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കണം. നമ്മുടെ വോട്ട് നമുക്ക്. ഇന്നലെ വരെ നമ്മുടെ ജീവനും ഊരും പലർക്കും വേണ്ടി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടി നമ്മളാൽ ഭരിക്കപ്പെടുന്ന നമ്മുടെ ഭരണം അതിനുവേണ്ടി കൂട്ടായി എല്ലാവരും ഒന്നിച്ചാത്മാർത്ഥമായി പലപ്പോഴും നമ്മളെ തകർക്കുവാൻ പല രൂപത്തിലും പാവത്തിലും രാഷ്ട്രീയക്കാർ വരും. അവർ മാരീചന്മാരായി വരുന്ന ആ പൊന്മാൻ വളരെ സൂക്ഷിച്ച് കാണാനും മനസ്സിലാക്കാനും സാധിക്കണം. മാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും അതോടൊപ്പം പത്രങ്ങളായാലും നമുക്ക് വേണ്ടി പറയാൻ കരയാനാകില്ല. അവർക്കെല്ലാം വ്യവസായമാണ്.
ആ വ്യവസായികൾക്ക് ഇതിന്റെ ഓരോന്നിന്റെ പുറകിൽ നിൽക്കുന്നത് ഓരോ വമ്പൻ തോക്കുകളായ വ്യവസായികളാണ്.